സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി തുടരുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. എക്സിൽ ഇന്ത്യയിൽ ബ്ലോക്കായതിന് തൊട്ടു പിന്നാലെ പുതിയ അക്കൗണ്ട് ആരംഭിച്ചിരിക്കുകയാണ് പാർട്ടി. ആക്ഷേപഹാസ്യം ഉയർത്തിപ്പിടിക്കുന്ന സംഘടനയ്ക്കായി 2 ട്രേഡ് മാർക്ക് അപേക്ഷകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. ട്രേഡ് മാർക്ക് രജിസ്ട്രിയുടെ പബ്ലിക് സെർച്ച് പോർട്ടലിലെ രേഖകൾ പ്രകാരം ക്ലാസ് 45 കീഴിലുള്ള കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ട്രേഡ് മാർക്കിനായി 2 സ്വതന്ത്ര അപേക്ഷകളാണ് സമർപ്പിച്ചിട്ടുള്ളത്. വി വിനോദ് വിവരങ്ങളുമായി ചേരും. വിനോദ്, ഇപ്പോൾ കോക്രോച്ച് പാർട്ടി BJP-യോട് സാമ്യമുള്ള പേരാണ്, CJP അല്ലേ? പക്ഷേ അക്കൗണ്ട് തുടങ്ങിയപ്പോൾ തന്നെ BJP-യെക്കാളും വലിയ ഫോളോവേഴ്സ് വരുന്നു. 2 കോടിക്ക് അടുത്തുള്ള ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് വരുന്നു. എക്സിലാകട്ടെ 2 ലക്ഷത്തോളം ആളുകൾ ഫോളോ ചെയ്യുന്നു. പക്ഷേ കേന്ദ്രം പൂട്ടുകയാണ്. പ്രധാനമായും ഈ പാർട്ടിയുടെ അക്കൗണ്ടുകൾ പൂട്ടുന്നു. പക്ഷേ വീണ്ടും തുറക്കുമ്പോൾ വീണ്ടും ജനങ്ങളുടെ പിന്തുണയാണ്. യഥാർത്ഥത്തിൽ നമുക്ക് പല ജൻസി പ്രക്ഷോഭങ്ങളും ഒക്കെ കണ്ട വിവിധ രാജ്യങ്ങളുണ്ട്. ഇതെന്താണ് ഈ കോക്രോച്ച് പാർട്ടിയുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നതെന്നാണ് പൊതുവെ ഉള്ളൊരു വിലയിരുത്തൽ. രഞ്ജിത്ത്, വലിയ തോതിൽ യുവാക്കൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതുവരെ അതിനൊരു നിയതമായ രൂപമോ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ഭരണഘടനയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ചീഫ് ജസ്റ്റിസിൻ്റെ പരാമർശത്തെ തുടർന്നുണ്ടായ ഒരു പ്രതികരണം ആ നിലയ്ക്കാണ് ഇപ്പോൾ ഇതിനെ കാണുന്നത്. പക്ഷേ ഇതിൽ ചേരുന്ന യുവാക്കളുടെ എണ്ണമാണ് അതിശയിപ്പിക്കുന്നത്. കാരണം 1,73,00,000 എന്ന നിലയ്ക്കാണ് ഈ 2 ദിവസം കൊണ്ട് അതിലെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം വർദ്ധിച്ചത്. അത് തന്നെ രാജ്യത്തിന് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണെന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഇൻസ്റ്റാ പേജ് പൂട്ടിച്ചു പോയത്. നിയമപരമായ കാരണങ്ങളാൽ അത് പൂട്ടി എന്ന ഒരു അറിയിപ്പാണ് ആ പേജ് സെർച്ച് ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. പക്ഷേ ഈ കോക്രോച്ച് പാർട്ടിക്കാർ വെറുതെ ഇരിക്കുന്നില്ല. അവർ പുതിയ പേജ് തുടങ്ങിയിട്ടുണ്ട്. കോക്രോച്ച് ഈസ് ബാക്ക് എന്ന പേരിൽ പുതിയ പേജ് തുടങ്ങുകയും ഏതാണ്ട് 80,000-ഓളം പുതിയ ഫോളോവേഴ്സ് അതിൽ വരികയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇത് പൂട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി നിയമപരമായ ചില കാര്യങ്ങൾ കൂടി അവർ ചെയ്യുന്നുണ്ട്. ഈ ട്രേഡ് മാർക്ക് രജിസ്ട്രിയുടെ പബ്ലിക് സെർച്ച് പോർട്ടലിലെ രേഖകൾ പ്രകാരം ക്ലാസ് 45 കീഴിലുള്ള കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ട്രേഡ് മാർക്കിനായി 2 സ്വതന്ത്ര അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട്. അതായത് നിയമപരമായ മറ്റ് തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു നടപടിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രഞ്ജിത്ത്, ഏതായിരുന്നാലും ഈ ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ ഒരു പരാമർശമാണ് ഈ യുവജനത പാറ്റകളെ പോലെയാണ്, കൂറകളെ പോലെയാണ്, പരാന്നഭോജികളാണ് എന്നൊക്കെയുള്ള പരാമർശങ്ങൾ. അവർ മുഴുവൻ സമയവും ഈ മൊബൈൽ ഫോൺ നോക്കിയിരിക്കുന്നു, രാജ്യത്തിന് പ്രൊഡക്റ്റീവായ എന്തെങ്കിലും ഒരു കാര്യം ഇവരിൽ നിന്നുണ്ടാകുന്നില്ല എന്നൊക്കെയുള്ള പരാമർശങ്ങളാണ് ഇത്തരമൊരു പ്രതികരണത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. ഏതായിരുന്നാലും ഇതുവരെ ഇതൊരു ആക്ഷേപഹാസ്യം എന്ന നിലയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു തുടക്കം മുതലുള്ള കാര്യങ്ങൾ. പക്ഷേ ഈ രാജ്യം ഭരിക്കുന്ന BJP-ക്ക് ഇൻസ്റ്റയിലുള്ളത് 89 ലക്ഷം ഫോളോവേഴ്സാണ്. അതിനെ മറികടക്കുന്ന ഒരുപക്ഷെ അതിൻ്റെ ഇരട്ടിയിലധികമായി ഇതിൻ്റെ ഫോളോവേഴ്സ് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതിൻ്റെ പേജ് പൂട്ടിപ്പോയത്. എന്നാൽ ഇപ്പോൾ വീണ്ടും പുതിയ പേജ് വന്നിരിക്കുന്നു. ഇവർ ഉയർത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഈ മറ്റ് പാർട്ടികളിലേക്കൊക്കെ മാറുന്ന ജനപ്രതിനിധികൾ അവർ തിരഞ്ഞെടുപ്പിൽ പിന്നീട് മത്സരിക്കുന്നതിന് 20 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തണമെന്ന കാര്യം പറയുന്നു. പാർലമെൻറ്റിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കാതെ തന്നെ ഇപ്പോഴുള്ള സീറ്റുകളുടെ എണ്ണത്തിൽ തന്നെ 50% വർധന അത് വനിതകൾക്കായി മാറ്റിവെക്കണം എന്ന് പറയുന്നു. ചില കോർപ്പറേറ്റ് മാധ്യമങ്ങളുണ്ട്, അവരുടെ പ്രവർത്തനത്തിൽ ഇടപെടണമെന്ന ആവശ്യമുണ്ട്. വിരമിച്ച ജഡ്ജിമാർക്ക് രാജ്യസഭയിൽ അംഗത്വം നൽകരുത് എന്ന ആവശ്യം ഉന്നയിക്കുന്നു. ഇങ്ങനെ പലവിധ ആവശ്യങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ AAP-യുടെ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലിൻ്റെ പ്രധാനിയായിരുന്ന അഭിജിത്ത് ദീപ്കയാണ് ഈ പേജ് ക്രിയേറ്റ് ചെയ്തതും അതോടൊപ്പം തന്നെ ഈ പേജ് മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായ വ്യക്തി. അതുകൊണ്ട് തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം AAP-ക്ക് നേരെ ഇപ്പോൾ തിരിഞ്ഞിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ മറ്റൊരു മുഖമായി ഈ പേജ് മാറുന്നുവെന്നാണ് നമുക്കറിയാം. ആം ആദ്മി പാർട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഏറ്റവും ഒടുവിൽ കൂട്ടത്തോടെ അവരുടെ ജനപ്രതിനിധികളെല്ലാം കൂറുമാറുകയും അവർ ഡൽഹിയിലൊക്കെ നേരിടുന്ന പ്രതിസന്ധിയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഏതായിരുന്നാലും ഈ ഒരു അവസരം ഒരു ജസ്റ്റിസിൻ്റെ വാക്കുകളെ അടർത്തിയെടുത്തുകൊണ്ട് ആം ആദ്മി പാർട്ടി മറ്റൊരു തരത്തിലുള്ള രാഷ്ട്രീയം നീക്കം നടത്തുന്നു. ആം ആദ്മി പാർട്ടി തുടക്കം മുതൽ നേരിട്ട ആരോപണം അതൊരു അരാഷ്ട്രീയ സംഘടനയാണ്, അതിൻ്റെ സ്വഭാവത്തോടു കൂടിയുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തന്നെയാണ് ഇതെന്ന കാര്യമാണ് വരുന്നത്. ഏതായാലും യുവാക്കൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നത് തന്നെയാണ്. പക്ഷേ ഇതിനൊരു മറുവശം കൂടിയുണ്ട്. മറ്റ് രാജ്യങ്ങളിലുണ്ടായ ചില കാര്യങ്ങൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം നേപ്പാളിലും ബംഗ്ലാദേശിലുമൊക്കെ ജൻസി തെരുവിലിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയുണ്ട്. അത്തരം ഒരു അപകടകരമായ സാഹചര്യത്തിലേക്ക് പോകുന്നില്ല. കാരണം ഇതിനൊരു ആക്ഷേപഹാസ്യത്തിൻ്റെ സ്വഭാവമാണ് ഇതുവരെ ഉള്ളത്, ഈ നിമിഷം വരെ ഉള്ളത്. പക്ഷേ അത് ഏത് തരത്തിലാണെന്ന് രാജ്യം വളരെ ശ്രദ്ധയോടെ കാണുന്നു. ഇതിനെയൊക്കെ ഒരു നമുക്കറിയാം, നിരവധി ഇപ്പം ആം ആദ്മി പാർട്ടിയൊക്കെ പോലെയുള്ള പാർട്ടികൾ എങ്ങനെ ഇവിടെ ഉദയം കൊണ്ടു എന്നുള്ളത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടായിരുന്നു.
ചില പോളിസികൾ ഉണ്ടായിരുന്നു അവർക്ക്. വളരെ കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് അത് എത്തിക്കാൻ അവർക്ക് സാധിച്ചു. ഡൽഹി കഴിഞ്ഞ് അവർക്ക് വളരാൻ പറ്റി. പക്ഷേ ഇതിപ്പോൾ ഇത്തരം ചില ഉയർത്തെഴുന്നേൽപ്പുകൾ ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലെ ഫോളോവേഴ്സിനെ കൊണ്ട് മാത്രം ഒരു പാർട്ടി സംവിധാനത്തിൻ്റെ രൂപത്തിലേക്ക് സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിനെ കൊണ്ട് മാത്രം ഇവർക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടാകില്ലല്ലോ. കൃത്യമായ നേതൃത്വം വേണം, പ്രവർത്തകർ വേണം. ഈ ഞാൻ മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ പാർട്ടി സ്ഥാപിച്ച ആൾ തന്നെ അമേരിക്കയിൽ താമസമാക്കിയ ആളാണ്. ഇയാളിപ്പോൾ ഭയപ്പെടുന്നത് ഇന്ത്യയിലേക്ക് വന്നാൽ അറസ്റ്റ് ചെയ്യപ്പെടും എന്നൊക്കെയാണ്. അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ മറ്റൊരു തലം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ സോഷ്യൽ മീഡിയ പ്രകമ്പനത്തിനപ്പുറം മറ്റൊരു വളർച്ചയിലേക്ക് ഇത് മാറാനുള്ള എന്തെങ്കിലും സാഹചര്യമുണ്ടോ വിനോദ്? രഞ്ജിത്ത്, ഇത് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ആക്ഷേപഹാസ്യത്തിൻ്റെ സ്വഭാവം ഉണ്ടെങ്കിൽ കൂടി കുറച്ച് ഗൗരവമായി കൂടി കാണണം. കാരണം ചെറുപ്പക്കാരാണ് ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് നിയതമായ എന്തെങ്കിലും ഒരു രൂപമോ അല്ലെങ്കിൽ ഭരണഘടനയോ അവർക്ക് എന്തെങ്കിലും ആദർശമോ ആ തരത്തിൽ പ്രത്യയശാസ്ത്രമോ ഒന്നും തന്നെ ഉള്ളൊരു പാർട്ടിയല്ല. ചീഫ് ജസ്റ്റിസിൻ്റെ വാക്കുകളിലെ ചില പരാമർശങ്ങൾ, അതിലെ ഒരു പ്രതികരണം എന്ന നിലയ്ക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങുന്നു, അതിലേക്ക് ആളെ കൂട്ടുന്നു. അത് സ്വാഭാവികമായും ഇതുവരെ മറ്റ് പ്രശ്നങ്ങളില്ല. പക്ഷേ അങ്ങനെ ഗണ്യമായി ആളുകൾ അതിൽ ചേരുകയും ചെറുപ്പക്കാർ അതിലേക്ക് വരികയും പിന്നീട് ഏതെങ്കിലും ഒരു തരത്തിൽ അവരെ പ്രകോപിതരാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ, നമുക്കറിയാം രാഷ്ട്രീയമാണ്, അത് ഏത് വഴിക്ക് വേണമെങ്കിലും സഞ്ചരിക്കാം. ഒരുപക്ഷെ രാജ്യത്തിൻ്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് ഇവരെ പ്രകോപിതരാക്കുന്ന തരത്തിൽ ഭാവിയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മാറിയാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഇതിനൊക്കെ പിന്നിൽ ഒരു പക്ഷേ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടാകാം. രഞ്ജിത്ത് പറയുന്നത് പോലെ ഈ പാർട്ടിയുടെ സ്ഥാപകൻ, ഈ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയ ആൾ ഇന്ത്യയിലില്ല. ബോസ്റ്റണിലെ സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടി അദ്ദേഹം വിദേശത്ത് താമസിക്കുന്ന ആളാണ്. ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കൈകാര്യം ചെയ്തിരുന്ന അതിൻ്റെ തലവനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയമുണ്ടാകാം. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഈ യുവാക്കൾ, നമുക്കറിയാം ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് അങ്ങനെ അതിൻ്റെ അപകടം തിരിച്ചറിയാനോ ഇതിൻ്റെ പിറകിലുള്ള താല്പര്യങ്ങൾ തിരിച്ചറിയാനോ ഒന്നും തന്നെ കഴിയില്ല. ഒരു ഘട്ടത്തിന് ശേഷം നമുക്കറിയാം തിരുവനന്തപുരത്തൊക്കെ സംഭവിച്ചത്, ശ്രീജിത്തിൻ്റെ നിരാഹാര സമരം നമുക്കറിയാം. സഹോദരനെ പോലീസ് മർദ്ദിച്ചു കൊന്നുവെന്ന് ആരോപിച്ച് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശ്രീജിത്ത് എന്ന ഒരു ചെറുപ്പക്കാരൻ നടത്തിയ നിരാഹാര സമരം, അനിശ്ചിതകാല സമരം. അവിടെ ഒരു ദിവസം ശ്രീജിത്തിന് പിന്തുണയുമായി ഒരു ഹർത്താൽ ആഹ്വാനം നടക്കുകയാണ്. നമ്മൾ അതിശയിക്കുന്ന കാഴ്ചയായിരുന്നു. കാരണം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചെറുപ്പക്കാർ ഒരു ദിവസം കൊണ്ട് സെക്രട്ടേറിയറ്റിന് ചുറ്റും എത്തുന്ന ഒരു കാഴ്ച. അവിടെ ഒരു വാഹനമോ കാൽനട യാത്രക്കാർക്കോ സഞ്ചരിക്കാൻ കഴിയാത്ത വിധം ചെറുപ്പക്കാരെ കൊണ്ട് സെക്രട്ടേറിയറ്റിൻ്റെ 4 വശവും നിറഞ്ഞു കവിഞ്ഞ ഒരു ദിവസമുണ്ടായിരുന്നു. അത് സോഷ്യൽ മീഡിയയിലൂടെ നടന്ന ഒരു ആഹ്വാനമാണ്. അങ്ങനെയുള്ള അപകടങ്ങളും ഇതിന് പിന്നിലുണ്ട്. തീർച്ചയായും വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും കോക്രോച്ച് പാർട്ടി CJP എന്നാണ് എൻ്റെ ചുരുക്കപ്പേര്. കേന്ദ്ര സർക്കാരിൻ്റെ അക്കൗണ്ട് പൂട്ടിക്കുന്നു. ഇത്തരം സോഷ്യൽ മീഡിയ ഉയർത്തെഴുന്നേൽപ്പുകൾ കൂടി എങ്ങനെ നമ്മുടെ സിസ്റ്റത്തെയൊക്കെ ബാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം.